ഇവിടെ വീണ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡി കടക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എവിടേക്ക് കാര്യങ്ങൾ പോണത്? നമസ്കാരം. 10 ദിവസം മുമ്പ് ഏത് നേതാവിന് വേണ്ടിയാണോ തങ്ങൾ കഷ്ടപ്പെട്ട് വണ്ടി അടിച്ചു പൊളിച്ച് ഇഡി ഉദ്യോഗസ്ഥരെയൊക്കെ തച്ച് ആ ഡ്രൈവറെ കണ്ണൊക്കെ അടിച്ചു പൊട്ടിച്ച് ജയിലിലേക്കായത്, അതേ നേതാവ് ഈ അണികളെ കൈവിടുന്ന കാഴ്ച, സഖാക്കളെ കൈവിടുന്ന കാഴ്ചയാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളായിട്ടുള്ള CPM പ്രവർത്തകരെ പിണറായി വിജയന്റെ വീട്ടുപടിക്കൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ പാർട്ടിയിൽ വലിയൊരു പുകില. അത് പിണറായി വിജയന് വേണ്ടിയാണ് തങ്ങൾ തെരുവിലിറങ്ങി തല്ലുകൊള്ളുകയും ജയിലിൽ പോവുകയും ചെയ്തത്. എന്നിട്ടിപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അണികളുടെ പ്രധാന പരാതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ അവസ്ഥ? ഇനി തല്ലുകൊള്ളാൻ ഞങ്ങളെ കിട്ടില്ല എന്നോ? അണികൾ കടുപ്പിച്ചു പറയുകയാണ്, ഇനി നമുക്ക് വയ്യ, ഇനി അടികൊള്ളാൻ വയ്യ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം, ഒഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്തെ വാടക വീട്ടിലെ മകൾക്കൊപ്പം താമസിക്കുന്ന പിണറായി ജയിലിൽ കിടക്കുന്ന സഖാക്കളെ കാണാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇഡി ആക്രമിച്ച കേസിൽ ഒരു സീനിയർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ 25 സഖാക്കളാണ് ജയിലിൽ കഴിയുന്നത്. എന്നിട്ട് ഇവരാരെങ്കിലും ജയിലിൽ എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത് എന്നതുപോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഈ അണികളോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. മകളെ രക്ഷിക്കാനാണ് ഇരട്ടച്ചങ്കന്റെ പരക്കം പാച്ചില്, അല്ലാതെ പാർട്ടി അണികളെ ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അവരെ പ്രത്യേകിച്ച് അണികളെ നോക്കാനൊന്നും പറ്റില്ല. അണികളെയൊക്കെ പാടെ മറന്നിട്ട് വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യുന്ന അറസ്റ്റിൽ നോക്കി എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഇനി ഈ കേസിൽ ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പണി പാളുമെന്ന് പാർട്ടി നേതാക്കൾക്ക് കൂടി മനസ്സിലാക്കണം. കാരണം ഇനി അടുത്ത ഇഡിയുടെ നോട്ടം ചെന്ന് എത്തുന്നത് ഇതേ നേതാക്കളിലാണ്. കാരണം അവർക്ക് എതിരെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇപ്പോ തെളിവെടുപ്പിൽ ചോദ്യം ചെയ്യൽ ഒക്കെ നടത്തിയവർ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം, ഇരട്ടച്ചങ്ങനെ സംബന്ധിച്ചിടത്തോളം മകളെ എങ്ങനെ CMRR കേസിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാം, എങ്ങനെ ഇഡിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന്, അറസ്റ്റിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ള ചിന്ത മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലതേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി തല്ലുകൊള്ളുകയോ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റ് എല്ലാം അടിച്ചു പൊളിച്ച് ജയിലിൽ പോവുകയോ ചെയ്തവർക്ക് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. കൊച്ചിയിലെ ഇഡി ഓഫീസ് വീണയ്ക്കും CMRLനും ഉദ്യോഗസ്ഥർക്കൊക്കെ സമൻസ് അയക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത തലയിലിങ്ങനെ നിൽക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ചെല്ലും, കൃത്യമായി വിവരങ്ങൾ കൊടുക്കാൻ കഴിയില്ല, അതറിയാം. കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തപ്പോൾ വീണയ്ക്ക് പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലുണ്ടാകും, അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകും. അങ്ങനെ അറസ്റ്റ് ആണെങ്കിൽ പിന്നെ നേരെ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തടയണം. അത് തടയാൻ വേണ്ടി അങ്ങനെ റിമാൻഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, ആർക്ക് വേണ്ടിയാണ് പണം വാങ്ങിയത് എന്ന് വീണയ്ക്ക് പറയേണ്ടി വരും. തൊട്ടു പിന്നാലെ പിണറായിയും കൂടെ ജയിലിലേക്ക് പോകും. അപ്പോൾ അതെങ്ങനെ മാറ്റാം, അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്. അല്ലാതെ ഈ അടികൊണ്ട സഹാക്കൾ വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ അദ്ദേഹത്തിന് എവിടെ നിന്ന് നേരം? ബാക്കി നേതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പിണറായിക്ക് പിന്നാലെ അല്ലെങ്കിൽ വീണയ്ക്ക് പിന്നാലെ അല്ലെങ്കിൽ ഇപ്പോ ഈ പാർട്ടി അണികൾക്ക് നേരെ എടുത്തിട്ടുള്ള കേസിന്റെ മുന്നോട്ടുള്ള ആ പോക്കിന് പിന്നാലെ ജയിലിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്യാന്നാണ് ആ നേതാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ സഖാക്കളുടെ കാര്യം ആരാ നോക്കുക? കഴിഞ്ഞ ദിവസം ഇഡി അന്വേഷണത്തിന് ഹൈക്കോടതി പൂർണ്ണ അനുമതി നൽകിയതോടെ പിണറായിയുടെ വീട്ടിൽ ചെന്നിട്ട് മുതിർന്ന നേതാക്കളും നിയമവിദഗ്ധരും ഒക്കെ അവരെല്ലാവരും അവിടെ എത്തിയിട്ട് അടിയന്തര ചർച്ച നടത്തി. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. പക്ഷെ സുപ്രീം കോടതി പോകാനുള്ള സമയം കോടതിയോട് ചോദിച്ചിട്ട് കോടതി അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ സമൻസും അറസ്റ്റും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ വീണ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡി കടക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എവിടേക്ക് കാര്യങ്ങൾ പോണത്? അന്ന് ബിനീഷ് കൊടിയേരിക്ക് ഒരു നീതി, ഇന്ന് വീണയ്ക്ക് മറ്റൊരു നീതി. അത് പറ്റില്ലല്ലോ. ഈ CPM നേതാക്കൾക്കോ അണികൾക്കോ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നെങ്കിലും ദൈവത്തിന് പക്ഷേ രണ്ട് നീതി കൊടുക്കാൻ പറ്റില്ലല്ലോ. ബിനീഷിന് ഒരു നീതി, വീണയ്ക്ക് മറ്റൊരു നീതി എന്ന് ദൈവത്തിന് പറ്റില്ലല്ലോ. MV ഗോവിന്ദനും AK ബാലനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മാത്രമാണ് ഇപ്പൊ പിണറായിയെ താങ്ങി നിർത്തുന്നത്. വേറെ ആരാ ഉള്ളത്? മറ്റു ഭൂരിഭാഗം നേതാക്കളും പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലെ പാർട്ടി നേതൃത്വം പിണറായിക്കെതിരെയാണ്, മുഴുവൻ പിണറായിക്കെതിരെയാണ്. നമുക്കറിയാം, ജില്ലാ നേതൃത്വം മുഴുവൻ പിണറായിക്കെതിരെയാണ് തിരിഞ്ഞിരുന്നത്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റില്ല എന്ന്. ഒരു വേള അദ്ദേഹം രാജിവെച്ചിട്ട് വീട്ടിലിരിക്കട്ടെ, അവിടെ യോഗ്യതയുള്ള മറ്റാരെങ്കിലും മത്സരിച്ച് ജയിക്കട്ടെ എന്ന് പോലും പറഞ്ഞവരുണ്ട്. മുമ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ഇതുപോലെ കേസിൽപ്പെട്ടപ്പോൾ ഒരു തെളിവുമില്ലാതെ അന്വേഷണ സംഘം വരില്ലല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ നേരിടട്ടെ, അങ്ങനെയൊക്കെ ആയിരുന്നു പിണറായി വിജയൻ പറഞ്ഞിരുന്നേ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അന്ന് ശിവൻകുട്ടി പോയി ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ, പിണറായിയുടെ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ ഇപ്പൊ പാർട്ടി കൂടെ നിൽക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നേതാക്കൾ കൂടെ നിൽക്കും. അതിനെതിരെ നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു. കാര്യം അന്ന് ബിനീഷിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ നയം ആ നയമതി വീടേണ്ട കാര്യത്തിലും ഒന്നാണ്. അതേ നിലപാടിലേക്ക് അവർ എത്തുകയാണ്. കാരണം അവരും മടുത്തു. ഈ ഇരട്ടച്ചങ്കനും പരട്ടച്ചങ്കനും എന്ന് പറയുന്ന ഈ ചങ്കനെ സത്യത്തിൽ അവരും മടുത്തു. ഈ അണികൾ എന്തിനാണ് ഇപ്പോഴും കെട്ടിത്താങ്ങി നിൽക്കുന്നത്? ഇപ്പൊ നോക്കൂ, എത്ര പേരുടെ ജീവിതമാണ് തുലച്ചത്.
10-25 എന്നിനി പുറത്തിറങ്ങറിയാൻ നിൽക്കുക, 10-300 ഇനി അടുത്ത വിധിയും കാത്തു നിൽക്കുകയാണ്. CPIയും കണ്ണൂർ ലോബിയും പിണറായി തള്ളി പറയുന്നുണ്ട്. അവർ പറയുന്നത് പിണറായിക്കെതിരെ വന്നാൽ, പിണറായി പാർട്ടിക്കാരനാണല്ലോ, പിണറായിക്കെതിരെ വന്നാൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ മകളുടെ അഴിമതി കേസിൽ പ്രതിരോധിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അത് CPIയും മറ്റ് ഘടകകക്ഷികളും പച്ചയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളായിട്ടുള്ള കുഞ്ഞികൃഷ്ണന്, TK ഗോവിന്ദനൊക്കെ വീണയ്ക്കെതിരായിട്ടുള്ള കേസിൽ പിണറായിയെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ആരുടെയും കുടുംബകാര്യം നോക്കാനല്ല പാർട്ടി എന്നാണ് നേതാക്കളുടെ നിലപാട്. ഇതിനിടയിലാണ് കൊടിയേരിയ കുടുംബത്തിൽ നിന്നും വിനോദിനെ പാർട്ടി തങ്ങളെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെടിപൊട്ടിച്ചതും പിണറായിക്ക് ഒരു തിരിച്ചടിയായി മാറുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എല്ലാം വാള് പോലെ തലയിലിങ്ങനെ നിൽക്കുകയാണ് പാർട്ടിയെ കുളം തോണ്ടിയ ഒരു നേതാവ്. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഒരാളുടെ ധാർഷ്ട്യവും സ്വന്തം മകളെ മാത്രം പിടിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ മാത്രം നോക്കിയ ആ ഒരു നോട്ടം കൊണ്ടല്ലേ പാർട്ടിക്ക് ഈ കേരളത്തിൽ ഇത്രയധികം തകർച്ച ഉണ്ടായത്? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വികസനം നടത്താത്തൊരു പാർട്ടിയാണോ അത് സർക്കാരായിരുന്നോ ഇത്? ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഒറ്റ ആൾ മാത്രമല്ലേ പാർട്ടി നശിപ്പിച്ചത്? AKG സെന്ററിൽ പോലും പിണറായി വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. വീണയുടെ എക്സാലോജി കമ്പനിയുടെ അഡ്രസ്സ് തിരുവനന്തപുരത്തെ AKG സെന്ററിൽ എന്താണെന്ന് നേതാക്കളെ അറിയിക്കാതെ പിണറായി തന്നെ ചെയ്തു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങനെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വീണയാണ് എന്ന് ED വിശ്വസിക്കില്ല. EDയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അത് അറിയാമായിരിക്കും. ആ നിലയ്ക്കാണ് പോക്ക്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചാവേറുകളാകാൻ ഇനി ഞങ്ങളെ കിട്ടില്ല എന്നാണ് സൈബർ സഖാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. ഇനി ഇങ്ങനെ ചാവേറാകാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ ചാവേറായി പോയിട്ടുള്ള 10-25 അവരെ നോക്കാൻ ആളുമില്ല. ഏതായാലും കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ ഇനി എന്തൊക്കെയോ ചീഞ്ഞു നാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ ചീഞ്ഞ് നാണം കിടക്കുന്നുണ്ട്, പിണറായിയുടെ കയ്യിൽ എത്രത്തോളം അഴിമതിക്കറയുണ്ട് എന്നൊക്കെ താഴെ തട്ടിലുള്ള അണികൾ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ നേതാവിനെ അവർ 100% സംശയിക്കുന്നു. അതുകൊണ്ടാണ് ജില്ലാ നേതൃത്വമൊക്കെ പാർട്ടി നേതാവിനെ, തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ തള്ളി പറയുന്നത്. CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ഗ്രൂപ്പുകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും. അവർ പറയുന്നത് ഇനി ആർക്കും വേണ്ടി ചാവേറുകളാകാൻ ഞങ്ങളെ കിട്ടില്ല എന്നാണ്. അണികൾ പിണറായിക്ക് പരസ്യമായി താക്കീതും കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പാർട്ടിയും അണികളും ഒക്കെ കൈവിട്ടതോടെ പിണറായി വിജയനും കുടുംബവും വൻ പ്രതിസന്ധിയിലേക്കാണ് പോണത്. കോടിയേരി എന്ന് പറയുന്ന ഒരു നേതാവ്, ആ നേതാവ് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എന്തൊക്കെയാണോ അനുഭവിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞു പോയത്, അതേ അനുഭവത്തിലൂടെ, ഒരുപക്ഷെ അതിലേറെ വലിയ അനുഭവത്തിലൂടെ കടന്നു പോകാനായിരിക്കും പിണറായി വിജയന്റെ വിധി. കോടിയേരി പക്ഷേ തന്റെ മകന്റെ കാര്യം അല്ലെങ്കിൽ മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ എക്സാലോജിക്കിന്റെയും CMRLന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ പണം പറ്റിയ വകയിൽ പിണറായി ജയിലിലൂടെ കിടന്നിട്ട് തന്നെ അതിന്റെ ഒരു ഫലം അനുഭവിച്ച് തന്നെ കടന്നു പോകൂ എന്നതാണ് കർമ്മ എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.